ഹലോ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നുള്ളത് ഒരു മ്യൂസിയം പോലുള്ള ഒരു സംഭവത്തിൻ്റെ ഉള്ളിലോട്ടാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്ന് ആർക്കും ഒരു പിടിയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ കാണാൻ നല്ല രസമായിരുന്നു പുറത്തുനിന്ന് തന്നെ. അപ്പോൾ ഇവളും അതിനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഓളെ മുഖത്തും വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഓൾക്ക് പേടി പോലെ ഒന്നും തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ നേരെ ടിക്കറ്റ് എടുത്തിട്ട് പോകുന്നുള്ളതാണ് ഉള്ളിലോട്ട്. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ അവർ പറഞ്ഞു എന്താ അതിൻ്റെ അകത്ത് കുറച്ച് ആനിമൽസൊക്കെ ഉണ്ട്, പിന്നെ എന്താ ഗോസ്റ്റ് ഹൗസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോകുന്നുള്ളതാണ്. അത്ര സമയം പേടിക്കാതെ ഞങ്ങൾ ആ ഒരു ശവം ഇങ്ങനെ എണീക്കുമ്പോൾ നല്ലോണം പേടിച്ചു പോയി. ഇത് കണ്ടിട്ട് ഞാൻ പറയുന്നുണ്ടായിരുന്നു രണ്ടും ഒരേപോലെ ഉണ്ടെന്ന്. ഇവളിപ്പോൾ ചെറുതായതുകൊണ്ട് ഇവക്കൊന്നും അറിയുന്നില്ലല്ലോ, അതുകൊണ്ട് വലിയ പേടിയൊന്നുമില്ല. പിന്നെ നമ്മൾ നേരെ എക്സ്പോൻ്റെ അടുത്തോട്ട് പോയി. ജയൻ്റ് വീലിൽ പ്രിയയും പിന്നെ ഡോക്ടറും ഒക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ഇതിലൊക്കെ ഇരിക്കാൻ ഭയങ്കര പേടിയാണ്. പണ്ട് ചെറുപ്പം മുതലേ ഭയങ്കര പേടിയാണ്. പക്ഷെ എന്നാലും ഒരു 2 years മുമ്പ് ഞാൻ ഈ തോണിയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു, നമ്മളെ എൻഗേജ്മെൻറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ എന്താ അപ്പോഴും പേടിച്ചിട്ട് തന്നെയായിരുന്നു ഇരുന്നത്. ഇപ്പോഴും നല്ല പേടിയുണ്ടായിരുന്നു. അപ്പോൾ എന്താ ഇവിടെ ആരൊക്കെയാണ് ഇരിക്കുന്നതെന്നുള്ള ഡിസ്കഷനാണ് നടക്കുന്നുള്ളത്. ഓരോരുത്തരും പറയുന്നുണ്ടായി ഞാനില്ല എന്നൊക്കെ. പിന്നെ നമ്മൾ കയറി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ പറഞ്ഞു, എന്തിനാ പേടിക്കുന്നത്, വാ ഇരിക്കുക, നമുക്ക് അതിൽ വെറുതെ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇരുന്നാൽ പോരേന്ന്. അപ്പോൾ ആദ്യം നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ അങ്ങോട്ട് എന്താ പറ്റിയെന്ന് പോലും അറിയില്ല. അതിൽ കയറിയതിന് ശേഷം ഞാൻ പ്രിയനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നമുക്ക് കൂക്കാം, ഇങ്ങനെ സൗണ്ട് ആക്കാം നോക്കി. ഇപ്പോൾ നോർമലായിട്ട് എല്ലാവരും സൗണ്ട് ആക്കൂലേ, അപ്പോൾ അതുപോലെ ആയിരുന്നു ആദ്യം. പിന്നെ അങ്ങോട്ട് നിർത്താതെയുള്ള കൂക്കലായിരുന്നു. നിങ്ങൾ കണ്ടോളൂ.